സാധാരണ യാത്ര ചെയ്യാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരാളോട് ഇന്നൊരിടം വരെ പോകാമെന്ന് പറയുമ്പോൾ ഇങ്ങനെ നോ പറയണമെങ്കിൽ ആ പോകുന്ന സ്ഥലത്തിനോട് യാതൊരു താല്പര്യവുമില്ലാത്തത് കൊണ്ടായിരിക്കുമല്ലോ അല്ലേ? അതുതന്നെയാണ് ഇന്നൊരു വാക്സിൻ എടുക്കാൻ പോകാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഉണ്ടായ പ്രതിഷേധമാണ്. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് ഇതാണ്. എന്തായാലും കരയാൻ പോവല്ലേ, അപ്പൊ പിന്നെ കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് പോകാമെന്ന് കരുതി കാണും. അങ്ങനെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും നല്ല മഴ. ഇനി വണ്ടി കാത്ത് എത്ര നേരം ഇങ്ങനെ നിൽക്കണമെന്ന് ആലോചിച്ചപ്പോഴേക്കും ഒരു ഓട്ടോ കിട്ടി. മഴയുള്ള സമയങ്ങളിൽ ഇതുപോലൊരു കിറ്റ് കയ്യിൽ കരുതിയാൽ ഇങ്ങനെയൊക്കെ ചില ഉപകാരങ്ങൾ ഉണ്ടാവും. നനഞ്ഞ കൂടെ ബാഗിൽ വെച്ച് ബാഗും കൂടി നനയ്ക്കണ്ടല്ലോ. മഴ സമയങ്ങളിൽ റോഡിൻ്റെ ഈ അവസ്ഥ വളരെ പരിതാപകരമാണ്. എന്തായാലും നമ്മൾ കുറച്ചു നേരം നടന്ന് ഒടുവിൽ ഹെൽത്ത് സെൻ്ററിലെത്തി. നമ്മുടെ ആശാ വർക്കർ നേരത്തെ അറിയിച്ചതനുസരിച്ച് അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ വാക്സിനേഷൻ റൂമിലേക്ക് കൊണ്ടുപോയി. വാക്സിനേഷന് മുമ്പായി ഹൈറ്റും വെയ്റ്റും ഹീമോഗ്ലോബിനും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോ സ്റ്റെപ്പ് കഴിയുന്തോറും ഒരാൾക്ക് ടെൻഷനായി തുടങ്ങി. കൺസെൻറ്റ് ഫോം സൈൻ ചെയ്തപ്പോൾ എന്തോ എനിക്കും ചെറിയ ടെൻഷൻ തോന്നി. പക്ഷെ അതൊക്കെ വെറുതെ ആയിരുന്നു എന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. ഹോസ്പിറ്റലിലെ ഓരോ സ്റ്റാഫും എത്ര സ്നേഹത്തോടെയും കരുതലോടെയുമാണ് എല്ലാവരോടും പെരുമാറുന്നത്. വാക്സിൻ എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരുന്ന ആളോട് വാക്സിൻ എടുത്തു കഴിഞ്ഞു മോളെ എന്ന് സ്നേഹത്തോടെ സിസ്റ്റർ പറഞ്ഞപ്പോൾ ഉണ്ടായ അമ്പരപ്പും സന്തോഷവും ഒക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു. ഇത്രയും നേരം ടെൻഷൻ അടിച്ചിരുന്ന ആള് അത് കഴിഞ്ഞപ്പോൾ പറയാണ്, ഇങ്ങനെയാണ് വാക്സിൻ എടുക്കുന്നതെങ്കിൽ ഞാൻ ഓക്കെയാണ്. അവിടെ ഒരു സ്റ്റാഫിൻ്റെ വക സ്വീറ്റ്സ് വിതരണം ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ നമുക്കും ചോക്ലേറ്റ്സ് കിട്ടി. അങ്ങനെ വേദനയില്ലാതെ വാക്സിനും എടുത്തു, ചോക്ലേറ്റും കിട്ടിയ സന്തോഷത്തിൽ കൊണ്ടുപോയ ബാഗ് എടുക്കാൻ മറന്നു. വാക്സിനേഷൻ വിജയകരമായി പൂർത്തിയാക്കിയതിന് സർട്ടിഫിക്കറ്റും ലഭിച്ചു കേട്ടോ. പനി വരാതിരിക്കാനായി പാരസിറ്റമോൾ ഗുളികയും തന്നിരുന്നു. ഇനി നമുക്ക് ഈ വാക്സിനെ കുറിച്ച് പറയാം. ഗർഭാശയകള ക്യാൻസർ അഥവാ സെർവിക്കൽ ക്യാൻസർ പ്രതിരോധിക്കുന്നതിനായി നൽകുന്ന HPV അഥവാ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനാണിത്. 14 വയസ്സുള്ള പെൺകുട്ടികൾക്ക് ഭാരത സർക്കാർ തികച്ചും സൗജന്യമായാണിത് നൽകുന്നത്. നിലവിൽ 14 വയസ്സുള്ള പെൺകുട്ടികൾക്ക് മാത്രമാണ് ഇങ്ങനെയൊരു സൗകര്യം. അതിനാൽ നിങ്ങളുടെ കുടുംബത്തിലോ പരിചയത്തിലോ 14 വയസ്സുള്ള പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഓർമ്മപ്പെടുത്തണേ. വാക്സിൻ എടുത്തതിന് ശേഷവും മോൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി നമ്മുടെ വീഡിയോയിൽ കണ്ട ചില പ്രോഡക്ട്സിനെ കുറിച്ചൊന്ന് പറയട്ടെ. ഇതേ നമ്മുടെ ഈ ഡ്രസ്സ് മീഷോയിൽ നിന്ന് എടുത്തതാണ്. കുറഞ്ഞ വിലയിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. അതുപോലെ സൺസ്ക്രീൻ. മുമ്പ് പല സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇത്ര എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് തന്നത് സീക്ക സൺസ്ക്രീനാണ്. മുമ്പുള്ള സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്ത് കുറച്ചു നേരം കഴിയുമ്പോൾ മുഖത്ത് ഒലിച്ചിറങ്ങുന്നത് പോലെയായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ സ്കിൻ ടൈപ്പിന് ചേർന്നതായിരിക്കില്ല അതുകൊണ്ടാവാം. ഏതായാലും നമുക്കിതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. നമ്മൾ ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയ പ്രോഡക്റ്റ് മാത്രമേ നിങ്ങളോട് ഷെയർ ചെയ്യുകയുള്ളൂ. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ലിങ്കും കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.